Hi friends, ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എനർജറ്റിക്സ് ഓഫ് ഗ്ലൂക്കോസ് മെറ്റബോളിസം ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് MCQ ലെവലിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷൻ ആണ്. എത്ര ATP ആണ് ഗ്ലൈക്കോളിസിസിൽ കഴിയുമ്പോൾ ഉണ്ടാവുന്നത്, എത്ര ATP ആണ് ക്രെബ്സ് സൈക്കിൾ കഴിയുമ്പോൾ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണ കാണാറുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അതായത് സൈക്കിൾ എടുത്തപ്പോൾ ഞാൻ അതായത് എനർജറ്റിക്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ടോട്ടലി ഇതൊന്ന് നോക്കാം. ഓക്കെ, സോ അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എയറോബിക് റെസ്പിറേഷനും അനേറോബിക് റെസ്പിറേഷനും അണ്ടർഗോ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോ എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറുന്ന സ്റ്റെപ്പ് വരെ ഗ്ലൈക്കോളിസിസ് അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്തായിട്ട് മാറി? അസറ്റൈൽ കോയ ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് ആ അസറ്റൈൽ കോയെ ക്രെബ്സ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഫൈനലി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ആയിട്ട് മാറുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എയറോബിക് റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നെറ്റ് ATP synthesis from a glucose molecule in the aerobic condition എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 സ്റ്റെപ്സും കൺസിഡർ ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയായിരുന്നു? ഗ്ലൈക്കോളിസിസിൽ എത്ര വരുന്നു, അസറ്റൈൽ കോയ എത്രയാവുന്നു, പിന്നെ അതേപോലെ തന്നെ ക്രെബ്സ് സൈക്കിൾ, ഈ 3ന്റെയും കൂടിയിട്ട് നമ്മൾ കൂട്ടേണ്ടതായിട്ട് ഉണ്ടാവും. അതേസമയം അനേറോബിക് കണ്ടീഷനിലെ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തിൽ നിന്നിട്ട് എത്രയാണ് ATP ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാലോ, നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു അല്ലെ. ഗ്ലൈക്കോളിസിസിന്റെ പൈറുവേറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നു? ലാക്ടേറ്റ് ആയിട്ട് മാറുന്നു അല്ലെ. അവിടെ ക്രെബ്സ് സൈക്കിൾ ക്യാരി ഔട്ട് ചെയ്യുന്നില്ല. സോ അപ്പോൾ അത്ര വരെയുള്ള സ്റ്റെപ്സിന്റെ നോക്കിയാൽ മതി നമുക്ക് എന്ത്? ATP അനേറോബിക് കണ്ടീഷൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണെന്ന് പറഞ്ഞു? ഗ്ലൈക്കോളിസിസ് ആണല്ലേ. അപ്പോ ഗ്ലൈക്കോളിസിസിന്റെ കേസ് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു ഗ്ലൈക്കോളിസിസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്സ് പറയുന്നില്ല. നമുക്കിനി എവിടെയാണ് ATP വരുന്നതെന്ന് മാത്രം നോക്കാം. ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ATPയുടെ കൺസംഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് 2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പറഞ്ഞു? ATPയുടെ കൺസംഷൻ. സോ അപ്പൊ അതുകൊണ്ട് നമുക്കത് ATP കൂട്ടേണ്ട ആവശ്യമില്ല, അത് നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് വരുന്ന എന്താണ്? 2 NADH ഫോം ചെയ്യുന്നു. കാരണം എന്താന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു? നമുക്ക് ഇവിടെ ഒരു ഗ്ലൂക്കോസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നെങ്കിലും ഈ സ്റ്റെപ്പ് മുതൽ നമുക്ക് എന്ത് ചെയ്തു? 2 മോളിക്യൂൾ ആയിട്ട് ഫോം ചെയ്തു അല്ലെ. അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു. സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്തു? 2 NADH ഫോം ചെയ്തു. പിന്നീട് സബ്സ്ട്രേറ്റ് ഫോസ്ഫോറിലേഷൻ വഴി എന്ത് ചെയ്തു? 2 ATP അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 2 NADH, പിന്നത്തത് 2 ATP. ഓക്കെ, സോ അപ്പോ 2 NADH എന്ന് പറഞ്ഞു. അപ്പൊ NADH നമുക്കറിയാം ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻഡർഗോ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ATP റിലീസ് വരുന്നത് അല്ലെ. അപ്പൊ അതിന് നമുക്കൊരു ഇക്വലൻസി ഉണ്ടല്ലേ. എന്താണ്? ഒരു NADH എന്ന് പറയുന്നത് എത്ര ATP ഇക്വലന്റാ വരുന്നത്? ഒരു NADHൽ നിന്നിട്ട് ഒരു NADH മുന്നേയൊക്കെ നമുക്ക് 3 ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ P/O റേഷ്യോ പ്രകാരം ഒരു NADH എന്ന് പറയുന്നത് എത്രയാണ്? 2.5 ATP ആണ്. ഓക്കെ, ഒരു NADH 2.5 ATPയും ഒരു FADH2 1.5 ATP ആണ്. ഓക്കെ, മുന്നേ അത് 2 ആയിരുന്നു, ഇപ്പൊ അത് 1.5 ATP ആണ്. അപ്പൊ അതുകൊണ്ട് അതിട്ട് വേണം നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഓക്കെ, സോ അപ്പോ 2 NADHൽ നിന്നിട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു NADHൽ നിന്നിട്ട് നമുക്ക് 2.5 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോ 2 NADHൽ നിന്നിട്ടാവുമ്പോഴത്തേക്കും നമുക്ക് എത്ര വരും? നമുക്ക് 5 വരും അല്ലെ. സോ വി ഹാവ് വാട്ട്? ATP 5 ഹിയർ. ഓക്കെ, അപ്പോ ഇത് NADHൽ നിന്നിട്ടുള്ള ATP. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു 2 ATPയും ഇവിടുത്തെ 2 ATPയും പിന്നെ ഇവിടെ 2 ATP യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിനെ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാം. ഇത് രണ്ടും പോകുമല്ലോ. 2 എണ്ണം ഉണ്ടായി, 2 എണ്ണം യൂസ് ചെയ്തു. പിന്നെ നമുക്കപ്പോ നെറ്റ് ആയിട്ട് എത്രയും കൂടിയിട്ടേ ഉള്ളൂ? 2 ATP അല്ലെ. സോ വി ഹാവ് വാട്ട്? 5ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ 7 ATP ആണ് എന്ത്? എയറോബിക് കണ്ടീഷനിലെ ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്പില്. ഓക്കെ, എയറോബിക് കണ്ടീഷനിലെ ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്പില് എത്ര ATP ഫോം ചെയ്തു? 7 ATP ഫോം ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് പൈറുവേറ്റ്. നെക്സ്റ്റ് അപ്പൊ നമുക്ക് അത് കിട്ടി. ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു? അനേറോബിക് കണ്ടീഷനിലും എന്താ ഉള്ളൂ എന്ന് പറഞ്ഞു? ഗ്ലൈക്കോളിസിസ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞു അല്ലെ. അപ്പൊ അനേറോബിക് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പൈറുവേറ്റ് എന്തായിട്ട് മാറും? ലാക്ടേറ്റ് ആയിട്ട് മാറും. അവിടെയും എന്ത് യൂട്ടിലൈസേഷൻ വരുന്നുണ്ട്? 2 NADH NAD+ ആയിട്ട് മാറുന്നുണ്ടല്ലേ. അപ്പോ 2 NADH അല്ലെങ്കിൽ ഒരു NADH NAD+ ആവുന്നുണ്ട്. 2 മോളിക്യൂൾ ഉണ്ട് അല്ലെ. സോ അപ്പോ ഇതും അതും ക്യാൻസൽ ആയി പോയി വിചാരിക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പിൽ ലാക്ടേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണ്ടേ അനേറോബിക് ആകുമ്പോൾ. അപ്പൊ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? NADHന്റെ കൺവേർഷൻ വരുന്നത്. സോ അപ്പൊ ഇവിടെ NADH യൂട്ടിലൈസ് ചെയ്തതും ഇവിടെ NADH പ്രൊഡക്ഷൻ നടന്നു. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്നു.
സോ പിന്നെ ഇവിടെ നമുക്ക് എന്തായിരുന്നു 2 ATP യൂട്ടിലൈസ് ചെയ്തു അല്ലെ. അപ്പോൾ ഇവിടെ 2 ATP പ്രൊഡക്ഷൻ ആണ് വന്നത്. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. സോ നെറ്റ് ATP എത്രയുള്ളൂ? 2 ATP നമുക്ക് അവിടെ വരുന്നുള്ളൂ അല്ലെ. സോ സിന്തസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസ് അനൈറോബിക് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? 2 ATP ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും തരാതെ എയറോബിക്കും ഗ്ലൈക്കോളിസിസ് ഒന്നും പറയാതെ നമുക്ക് ആ നമ്പർ മാത്രമായിരിക്കും ഉള്ളത്, മറ്റ് നമ്പേഴ്സ് നമുക്ക് ഇവിടെ വരാത്ത നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിസിസിൽ ഏതാണോ വരുന്നത് അത് എഴുതാം. അതല്ലാത്ത പക്ഷം ക്വസ്റ്റ്യനിൽ ഗ്ലൈക്കോളിസിസിന്റെ എയറോബിക് കണ്ടീഷൻ എന്നോ ഗ്ലൈക്കോളിസിസിന്റെ അനൈറോബിക് കണ്ടീഷൻ എന്നോ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ATP കൊടുക്കാനായിട്ട്. ഓക്കെ, അനൈറോബിക് കണ്ടീഷനിൽ 2 ATP, എയറോബിക് കണ്ടീഷനിൽ നമുക്ക് എത്രയാ വരുന്നത്? 7 ATP. ഗ്ലൈക്കോളിസിസിൻ്റെതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ടോട്ടൽ അല്ല, ജസ്റ്റ് ഓൺലി ഗ്ലൈക്കോളിസിസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരുന്നു? നമ്മുടെ പൈറുവേറ്റ് ഉണ്ടല്ലോ, ആ പൈറുവേറ്റ് എന്തായിട്ട് മാറി? അസറ്റൈൽ കോയ ആയിട്ട് മാറി. അപ്പൊ 2 മോളിക്യൂൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 NADH ആണ് എന്ത് ചെയ്യുന്നത്? പൈറുവേറ്റ് അസറ്റൈൽ കോയ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ 2 NADH ഫോം ചെയ്യുന്നു. സോ വി ഹാവ് വാട്ട് എ ടോട്ടൽ ഓഫ് 5 ATP അല്ലേ. 2 NADH ആയതുകൊണ്ട് 2 × 2.5. അപ്പൊ എത്ര കിട്ടി? 5 കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? എയറോബിക് റെസ്പിറേഷനില് ക്രെബ്സ് സൈക്കിൾ. സോ ക്രെബ്സ് സൈക്കിളില് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ക്രെബ്സ് സൈക്കിളില് എന്തൊക്കെയായിരുന്നു? ഇവിടെ നമുക്കൊരു എത്ര NADH2 ഫോം ചെയ്യും? 3 NADH2 ഫോം ചെയ്യും അല്ലെ. ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ, അങ്ങനെ 3 NADH2 ഫോം ചെയ്തു. ഇനി അടുത്തത് എത്ര FADH2 ഫോം ചെയ്തു? FADH ഫോം ചെയ്തത് ഒരു FADH. ഇനി സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഒരു ATP അല്ലെങ്കിൽ ഒരു GTP. അപ്പൊ ഇത്രയാണ് നമുക്ക് എനർജറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് നോക്കാം. ഇപ്പൊ 2 NADH ഫോം ചെയ്തു പറഞ്ഞു, ഇവിടെയും 2 NADH ഫോം ചെയ്തു പറഞ്ഞു, അതേപോലെ തന്നെ ഇവിടെയും 2 NADH ഫോം ചെയ്തു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ 5, 5, 5 അല്ലെ. 2 NADHന് 2.5 × 2. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. അങ്ങനെ നമുക്ക് എത്ര സ്റ്റെപ്സിൽ വന്നു? 3 സ്റ്റെപ്സിൽ വന്നു. സോ അപ്പൊ നമുക്ക് ടോട്ടലി 15 വന്നില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്തിരുന്നു? ഒരു FADH2ന്റെ കേസ് വന്നിരുന്നു അല്ലെ. അപ്പൊ 2 അസറ്റൈൽ കോയ ആകുമ്പോഴത്തേക്കും 2 FADH2 ഉണ്ട്. അപ്പൊ 2 FADH2 എന്ന് പറയുമ്പോൾ 1.5 ആണെന്ന് പറഞ്ഞു. സോ അപ്പൊ 1.5 × 2 എന്ന് പറയുമ്പോൾ എത്രയായി? 3 അല്ലെ. ഒരു FADH ന്ന് 1.5 ATP. അപ്പൊ 2 FADH അല്ലേ. നമുക്ക് അസറ്റൈൽ കോയ 2 മോളിക്യൂൾ എടുക്കണ്ടേ ഒരു ഗ്ലൂക്കോസിൽ നിന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 FADH എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടലി നമുക്ക് എത്ര കിട്ടി? 3 എണ്ണം കിട്ടി അല്ലെ. 3 എണ്ണം കിട്ടി. 1.5 3. അപ്പൊ ഇനി 3 എണ്ണം FADHന്റെ വന്നു. പിന്നെ ഫോസ്ഫോറിലേഷൻ, സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ വഴി ATP അല്ലെങ്കിൽ GTPയുടെ പ്രൊഡക്ഷൻ എത്രയായിരുന്നു? 1 ആയിരുന്നു. അപ്പൊ 2 എണ്ണം ഉള്ളത് കൊണ്ട് 2. ഓക്കെ, സോ അപ്പോ അങ്ങനെ നമുക്ക് അതും കിട്ടി. അപ്പൊ നമുക്ക് ടോട്ടലി എടുക്കുമ്പോൾ 2 അസറ്റൈൽ കോയെന്നാണെങ്കിൽ ഓക്കെ, അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നിട്ട് ക്രെബ്സ് സൈക്കിളിൽ എത്ര എണ്ണം ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20. ഓക്കെ, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് 2 അസറ്റൈൽ കോയ ഫോം ചെയ്യും. അതുകൊണ്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് ക്രെബ്സ് സൈക്കിളിൽ എത്ര ATP ഫോം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20. അതേസമയം ഒരു അസറ്റൈൽ കോയയിൽ നിന്ന് എത്രയാ ഫോം ചെയ്യുന്നത്? 10 അല്ലെ. ഇപ്പൊ ടോട്ടലി കിട്ടിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോ 20, 10 അതൊക്കെ ഒന്ന് ഓർക്കാം. ഇനി നമുക്ക് ടോട്ടലി നോക്കണം, ടോട്ടലി എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്ലൈക്കോളിസിസ് എയറോബിക് കണ്ടീഷൻ 7, ഗ്ലൈക്കോളിസിസ് അനൈറോബിക് കണ്ടീഷൻ 2, then coming on to Krebs cycle from a single glucose molecule 20 ATP. ഓക്കെ, പിന്നെ അതിനിടയ്ക്കുള്ള ഈ ഒരു അസറ്റൈൽ കോയയിലേക്കുള്ള കൺവേർഷൻ 5. സോ ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടോട്ടലി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എന്താണ്? ഗ്ലൂക്കോസിന്റെ ടോട്ടൽ മോളിക്യൂൾ അണ്ടർ എയറോബിക് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? എയറോബിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇത് 3ഉം കൂട്ടണം അല്ലെ. അപ്പോ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 7 + 5 എത്ര വരും? 12. 12 പ്ലസ് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്ന് 2 എണ്ണം ഫോം ചെയ്യുന്നു. സോ അപ്പൊ അതുകൊണ്ട് 20 ഉണ്ട്. സോ അപ്പൊ 12 + 20 32. ഓക്കെ, അപ്പൊ അത് കാരണം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ATP പെർ ഗ്ലൂക്കോസ് അണ്ടർ എയറോബിക് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ 32. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്മിങ് ഓൺ ടു ടോട്ടൽ ATP പ്രൊഡക്ഷൻ ഫ്രം ഗ്ലൂക്കോസ് അണ്ടർ അനൈറോബിക് കണ്ടീഷൻ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇതൊന്നും അനൈറോബിക്കിൽ വരുന്നില്ല. എവിടം വരെ ഉള്ളൂ? ഈ സ്റ്റെപ്പ്, അതായത് ഗ്ലൈക്കോളിസിസ് വരെ ഉള്ളൂ അല്ലെ. സോ അപ്പൊ അതുകൊണ്ട് അവിടുത്തെ നെറ്റ് ATP എത്രയായിരുന്നു? 2. അതുകൊണ്ട് നമുക്ക് ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.